തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യുപങ്ചർ നൽകിയ ശിഹാബുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശിഹാബുദ്ദീനെ ചോദ്യം ചെയ്യലിനായി എത്തിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. യുവതിയുടെ ഭർത്താവ് നയാസ് ശിഹാബുദ്ദീന്റെ നേരെ പാഞ്ഞെടുത്തു. പോലീസ് ഇടപെട്ട് ഇയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. അഖിൽ ഷാൻ സാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ, ഏറെ ഞെട്ടിച്ച, നമ്മളെ ആകെ നാണിപ്പിച്ച ഒരു സംഭവമാണ് ഈ തെറ്റായ രീതിയിലുള്ള ചികിത്സ നൽകിയത്. അല്ലെങ്കിൽ ഭർത്താവ് ഇവരെ ആശുപത്രിയിലേക്ക് വിടാനോ ആരോഗ്യപ്രവർത്തകർ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കാനോ ഒക്കെ പ്രേരിപ്പിച്ചത് ഈ ശിഹാബുദ്ദീന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഈ കേസിലെ പ്രതി കൂടിയായ നയാസ് ഇനി എന്തിനാണ് ഈ ശിഹാബുദ്ദീന് നേരെ പാഞ്ഞെടുക്കുന്നത്? ഗോകുൽ, അക്കാര്യത്തിൽ ഇതുവരെ പോലീസ് വ്യക്തമായൊരു മറുപടി നമുക്കും തന്നിട്ടില്ല. അവർ ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ പറയുന്നത്, അതായത് ഒരു വൈകാരിക പ്രതികരണമാണ്, ഭാര്യയൊക്കെ മരിച്ചതല്ലേ, അതിൻ്റെ ഒരു വൈകാരിക പ്രതികരണമാണ് അവിടെ കണ്ടത് എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ശിഹാബുദ്ദീൻ്റെ കാര്യത്തിൽ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, അതായത് ഈ ശിഹാബുദ്ദീൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഈ പ്രസവം നടത്തുകയും അക്യുപഞ്ചർ ചികിത്സ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ പറയുന്ന ഭർത്താവായ നയാസ് ഉൾപ്പെടെ എത്തുന്നതും എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കായുള്ള അന്വേഷണം കഴിഞ്ഞ 2 ദിവസമായി പോലീസ് ഊർജിതമാക്കിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാൾ കൊച്ചിയിലുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും നേമം പോലീസ് കൊച്ചിയിലെത്തി ഇയാളെ പിടികൂടുകയും നേമം പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെയോടുകൂടി എത്തിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം വിശദമായൊരു ചോദ്യം ചെയ്യൽ തന്നെ പോലീസ് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ്, ഈ ചോദ്യം ചെയ്യലിനൊക്കെ പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റ് ഈ വൈകുന്നേരത്തോടു കൂടി രേഖപ്പെടുത്തിയത്. അതിനിടയിലുണ്ടായ ഒരു സംഭവമാണ്, ഇയാളെ ഈ വൈദ്യപരിശോധനയ്ക്കായി പുറത്തിറക്കുന്നതിനിടെ ഈ പ്രതിയായ നയാസ്, അതായത് 1ാം പ്രതിയായി പോലീസ് കണക്ക് കൂട്ടുന്ന നയാസ് ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായി അവിടെ എത്തിയതാണ്. അയാൾ ഈ ഘട്ടത്തിൽ ശിഹാബുദ്ദീൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ആക്രോശിച്ചുകൊണ്ട് ഇയാളുടെ അടുത്തേക്ക് പോവുകയും ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ആ ഘട്ടത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഇവരെ പിടിച്ചു മാറ്റുകയും ചെയ്തു. അത്തരത്തിലൊരു നാടകീയ സംഭവവും ഈ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുകയുണ്ടായി. എന്തായാലും പോലീസ് വളരെ ഊർജിതമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ ഈ ശിഹാബുദ്ദീനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും കൂടുതൽ പേരെ പ്രതി ചേർക്കാനുമുള്ള നീക്കത്തിലാണ് പോലീസ്. ഏറ്റവും പ്രധാനമായി ഈ പ്രസവ സമയത്ത് മരിച്ച ഷമീറയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നയാസിൻ്റെ മുൻ ഭാര്യയും മകളും ഇവരെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അതിന് പിന്നാലെ ഇവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിലേക്കും പോലീസ് കടക്കും. ഒപ്പം ഈ നയാസിൻ്റെ വീടും അതുപോലെ തന്നെ ഷമീറയുടെ വീടും ഇതിന് പരിസരത്തുള്ളവർ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് പോലീസ് എത്തിച്ചേരുക. എന്തായാലും ശിഹാബുദ്ദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശരി, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സംഭവം, അതിൽ കൃത്യമായ ചികിത്സ നൽകിയിരുന്നില്ല യുവതിക്കും. അതിന് കാരണമായത് ഈ അക്യുപങ്ചർ ചികിത്സ നൽകുന്ന ശിഹാബുദ്ദീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭർത്താവ് നയാസ് ഇത്തരത്തിൽ ചികിത്സ നിഷേധിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും 2 പേരും ഇപ്പോൾ അറസ്റ്റിലാണ്, പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഏതായാലും കൂടുതൽ പേരിലേക്ക് സംശയത്തിൻ്റെ മുന നീളുന്നുമുണ്ട്.